ഹായ് ഗായ്സ്. സോ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ശരിയായിട്ടുണ്ടാവില്ല, എൻഡിങ് ശരിയായിട്ടുണ്ടാവില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്, ശീലമില്ല. സോ നിങ്ങളത് എക്സ്ക്യൂസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇത് വന്നിട്ടൊരു കുഞ്ഞു വ്ളോഗാട്ടോ. 4:45 ടു മോർണിംഗ് 4:45 ടു 6:45 മോർണിംഗ് 6:45 ഉള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. കാരണം 6:45 ഏട്ടൻ ജോലിക്ക് പോകും. സോ അതിനുള്ളിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി ഫേസ് വാഷ് ചെയ്യും. അതേപോലെ തന്നെ ഡംഡോക്കിൻ്റെ ഫേസ് സിറം ഞാനിപ്പോൾ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് നല്ല റിസൾട്ട് വരുന്നുണ്ട്. 2 മാസമായി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രഷായി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ നേരെ പോകുന്ന അടുക്കളയിലോട്ടാണ്. അടുക്കളയിൽ പോയതും ഞാൻ അരിക്കുള്ളതും അതേപോലെ കറിക്കുള്ളതും ഉള്ള പണി ഞാൻ വേഗം തുടങ്ങും കേട്ടോ. അത് കുക്കാവുന്ന സമയത്തിൽ തന്നെ ഞാൻ ഉപ്പേരി എന്ന് പറയുന്നത് തോരനുള്ളതും മുറിക്കാൻ തുടങ്ങും. പ്ലസ് ആ സമയം കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഞാൻ സെറ്റ് ചെയ്യും. ഡെയിലി എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. യൂഷ്വലി ഞാനൊരു 4:45 അലാറം വെച്ചിട്ട് 5:30 എഴുന്നേൽക്കുന്ന ഒരാളാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ 4:45 കൃത്യമായിട്ട് എഴുന്നേറ്റത്. കാരണം വീഡിയോ എടുക്കലും കുക്കിങ്ങും കൂടെ എനിക്ക് 5:30 എഴുന്നേറ്റാൽ പറ്റില്ല. 6:45 ആകുമ്പോഴേക്കും അതുവരെ പോകണം. അപ്പോൾ എല്ലാം കൂടി നടക്കില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ 4:45 എഴുന്നേറ്റത്. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ടെല്ലാം ചെയ്യാമല്ലോ. വീഡിയോയും എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ കുക്കിങ്ങും നടക്കും. 6:45 ആകുമ്പോഴേക്കും കൃത്യമായിട്ടെല്ലാം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കറിക്കുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അടുക്കളയിലെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ. കൃത്യമായിട്ട് എനിക്ക് സമയം ഓർമ്മയില്ല. 5:30 5:45 തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ ആണ്, ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചോറും കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഉപ്പേരിക്കുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ലാരിറ്റിയുടെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വ്ളോഗിൽ ഒട്ടും ചിരിക്കാതെ ആട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ അപ്പോഴാണ് നോക്കുന്നത്, എഡിറ്റ് ചെയ്യുമ്പോഴും അതേപോലെ എൻ്റെ അടുത്തൊരു ചേച്ചിയും പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എന്താ ഞാൻ ചിരിക്കാത്തത്. എന്തോ ആ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചില്ല തോന്നുന്നു. എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചു എന്താ ഞാൻ ചിരിക്കാത്തത്. എനിക്ക് ഒരു ആൻസർ കിട്ടുന്നില്ല. പിന്നെ മേ ബി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ, അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. വ്ളോഗാണ്, റെക്കോർഡിംഗ് ആണ്, അതൊക്കെ ആയിരിക്കാം. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ ഒരു സ്മൈലി ഫേസോടുകൂടി ചെയ്യാൻ എന്തായാലും ശ്രമിക്കട്ടോ. സോ അടുത്തത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി തുടങ്ങി. ഇഡ്ഡലി ആയിരുന്നു, അതേപോലെ പ്ലസ് തേങ്ങാ ചട്നി ആയിരുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും റെക്കോർഡായില്ല. ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയെന്ന് ആലോചിച്ച് ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അപാകതകളുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ കയ്യോടെ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മധുവട്ടം പോയിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തോ. ചായ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പണിയൊക്കെ ഏകദേശം ഒതുങ്ങി, അപ്പോൾ എന്നാൽ ബാൽക്കണിയിൽ പോയിട്ട് ചായ ഒന്ന് കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സായി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആയി. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ലഞ്ച് ബോക്സിലും ടിഫിൻ ബോക്സിലേക്കും ആക്കുകയാണ്. 6:40 എന്ന് പറയുന്ന സമയത്തിൽ തന്നെ എൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങും കേട്ടോ. 6:45 കൃത്യമായിട്ട് മധുവേട്ടന് ഇറങ്ങണം. അതൊരു റൊട്ടീനാണ്. ചില ദിവസങ്ങളിൽ ഞാൻ കാരണം മധുവേട്ടൻ 6:45 ശേഷം പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ലേറ്റായി എഴുന്നേൽക്കുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ഇങ്ങനെ 6:45 ആകുമ്പോൾ കൃത്യമായിട്ടെല്ലാം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് കലാപരിപാടികൾ എന്ന് പറയുന്നത്. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. മധുവേട്ടൻ പോകുന്നത് വരെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിന് ശേഷം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സോ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.